നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. പുഴയിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമുട്ടിലിടിച്ച് പൂർണ്ണമായി തകർന്നു. നീലേശ്വരം തൈക്കടപ്പുറത്താണ് സംഭവം. കാസർഗോഡ് വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. ആരോഗ്യകരമായ ഗാർഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് അഡ്വക്കേറ്റ് പി സതീദേവി. പാചകവാതക ടാങ്കറിലെ ചോർച്ച. ചിത്താരി പ്രദേശത്തിന് വ്യാഴാഴ്ച ഭീതിയുടെ പകൽ. ഗതാഗത നിയന്ത്രണം നടത്തിയും 300 മീറ്റർ ചുറ്റളവിലുള്ളവരെ ഒഴിപ്പിച്ചുമായിരുന്നു രക്ഷാപ്രവർത്തനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി വിജയൻ സി ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ബിരുദം. ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദം. ചന്ദേര കബോധനില്ലത്ത് KE ശ്രീലത അറിവിന്റെ നിറകുടം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ പ്രതി ഒടുവിൽ പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് കുടക് സ്വദേശിയായ ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 15-ന് പുലർച്ചെ 2:30ഓടെയാണ് പ്രതി അതിക്രമം നടത്തിയത്. പിന്നീട് ഇയാൾ കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതി ആന്ധ്രയിലേക്ക് കടന്നത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാൻ ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ആന്ധ്രാപ്രദേശിലെത്തിയ പോലീസ് സംഘം നടത്തിയ രഹസ്യ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. കാസർഗോട്ടെത്തിക്കുന്ന പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. ശനിയാഴ്ചയായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. പ്രതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസിൽ ബന്ധുവായ 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസുണ്ട്. മടിക്കേരി, സുള്ളിയ എന്നിവിടങ്ങളിൽ മാല കവർച്ചാ കേസുകളിലും പ്രതിയാണ്. ശാരീരിക അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന് 500 മീറ്റർ മാത്രം അകലെയാണ് ഇയാളുടെ താമസം. ഈ വീടിന് ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമുട്ടിലിടിച്ച് പൂർണ്ണമായി തകർന്നു. ചെറുവത്തൂർ മടക്കര കാവുഞ്ചിറയിലെ ശ്രീനാഥിന്റെ ഉടമസ്ഥതയിലുള്ള കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ കനത്ത കാറ്റിലും മഴയിലുമാണ് നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമുട്ടിലിടിച്ച് തകർന്നത്. ചെറുവത്തൂർ മടക്കര കാവുഞ്ചിറയിലെ ശ്രീനാഥിന്റെ ഉടമസ്ഥതയിലുള്ള കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. നങ്കൂരമിളകി ഒഴുകിപ്പോയി അഴിത്തല പുലിമുട്ടിൽ ഇടിക്കുകയായിരുന്നു. അഴിത്തല തീരദേശ പോലീസ് വിവരം അറിയിച്ചതിനനുസരിച്ച് P മനുവിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് രക്ഷാ ബോട്ട് കടലിലിറങ്ങിയെങ്കിലും ശക്തമായ കാറ്റും തിരയുമുണ്ടായതിനാൽ പുലിമുട്ടിനടുത്തേക്ക് ബോട്ട് അടുപ്പിക്കാൻ സാധിച്ചില്ല. ഇങ്ങോട്ടേക്ക് നീന്തി അടുക്കാനുമായില്ല. പുലിമുട്ടിലിടിച്ച ബോട്ട് പൂർണ്ണമായും തകർന്നു. ബോട്ടിന്റെ ഭാഗങ്ങളിൽ ചിലവ തീരത്തടിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. ആകെ 33 പരാതികളാണ് പരിഗണിച്ചത്. ആരോഗ്യകരമായ ഗാർഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. കാസർഗോഡ് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. 3 പരാതികളിൽ പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടി. 23 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ആകെ 33 പരാതികളാണ് പരിഗണിച്ചത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി, അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് പി സിന്ധു, ഫാമിലി കൗൺസിലർ രമ്യ ശ്രീനിവാസൻ, വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ വി സീത, WCPO KC ഷീമ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യകരമായ ഗാർഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് സിറ്റിംഗിന് ശേഷം സംസാരിക്കവേ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലയിലെ സിറ്റിംഗിൽ 33 പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. 7 പരാതികൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. 3 പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സിറ്റിംഗിലേക്ക് 23 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള പരാതികളിലേറെയും
ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് കുടുംബ അന്തരീക്ഷത്തിൽ രമ്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്തുണ്ടാവുന്നത്. കുടുംബ അന്തരീക്ഷം രമ്യമാക്കി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള താഴെ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കമ്മീഷൻ കാണുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി പോഷ് ആക്ട് അനുശാസിച്ചിട്ടുള്ള പരാതി പരിഹാര സംവിധാനം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. സ്കൂൾ PTA പ്രവർത്തനം വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ അനുസരിച്ച് തന്നെ നടത്തേണ്ടതുണ്ടെന്നും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർഗോഡ് ജില്ലയിലെ സിറ്റിംഗിൽ 33 പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. 7 പരാതികൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. 3 പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സിറ്റിംഗിലേക്ക് 23 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് കുടുംബ അന്തരീക്ഷത്തിൽ രമ്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്തുണ്ടാവുന്നത്. കുടുംബ അന്തരീക്ഷം രമ്യമാക്കി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള താഴെ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കമ്മീഷൻ കാണുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ചിത്താരി പ്രദേശത്തിന് വ്യാഴാഴ്ച ഭീതിയുടെ പകലായിരുന്നു. രാവിലെ പാചകവാതക ടാങ്കറിലെ ചോർച്ചയറിഞ്ഞ നാട്ടുകാർക്ക് ശ്വാസം ഒന്ന് നേരെ വീഴുവാൻ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയും 300 മീറ്റർ ചുറ്റളവിലുള്ളവരെ ഒഴിപ്പിച്ചുമായിരുന്നു ഒരു പകൽ നീണ്ട രക്ഷാപ്രവർത്തനം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 7:30ഓടെയാണ് ഓടിക്കൊണ്ടിരുന്ന ടാങ്കറിൽ വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെടുന്നത്. ഡ്രൈവർ വിവരമറിയിച്ചതോടെ ഉടൻ തന്നെ പോലീസും സിവിൽ ഡിഫൻസ് സേനയും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ടാങ്കറിന്റെ റോട്ടോ ഗേജ് വഴിയാണ് പാചകവാതക ചോർച്ചയുണ്ടായത്. 10:20ഓടെ ഏറെ പാടുപെട്ടാണ് ചോർച്ചയടച്ചത്. 1 മണിയോടെ മംഗളൂരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് റീഫിൽ വാഹനമടക്കം വിദഗ്ധർ സ്ഥലത്തെത്തി. 2 മണിക്ക് ടാങ്കറിലേക്ക് പാചകവാതകം മാറ്റാൻ തുടങ്ങി. വൈകിട്ട് 6ഓടെയാണ് 2 ടാങ്കറുകളിലേക്ക് പാചകവാതകം മാറ്റുവാനായത്. ബാക്കിയുള്ള പാചകവാതകം ചോർച്ചയുള്ള ടാങ്കറിൽ തന്നെ നിലനിർത്തി. മർദ്ദം കുറച്ച് ചോർച്ചയടച്ച ശേഷം ഇതേ ടാങ്കറിൽ മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്ത ടാങ്കറുകളിലേക്കാണ് പാചകവാതകം മാറ്റിയത്. ടാങ്കറിൽ ചോർച്ചയുണ്ടെന്ന വിവരമറിഞ്ഞതോടെ വ്യാഴാഴ്ച പകൽ ആശങ്കയുടെയും ഭീതിയുടെയും പകലായിരുന്നു ചിറ്റാരിയിലുള്ളവർക്ക്. ടാങ്കർ നിർത്തിയിട്ട സ്ഥലത്തെ മദ്രസ നിർത്തി കുട്ടികളെ ഉടൻ വിടുന്നതടക്കമുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടത്തി. സംസ്ഥാന പാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തി. വാഹനങ്ങളെ മടിയൻ വഴിയും പിന്നീട് നഗരത്തിൽ നിന്ന് മാവുങ്കാൽ വഴിയും തിരിച്ചുവിട്ടു. കാസർഗോഡ് ഭാഗത്തു നിന്ന് വന്ന വാഹനങ്ങളെ കളനാടിൽ നിന്നും ചാമുണ്ടിക്കുന്നിൽ നിന്നും ഉൾപ്പെടെ വഴിതിരിച്ചുവിട്ടു. ആദ്യം 100 മീറ്റർ ചുറ്റളവിലും പിന്നീട് 300 മീറ്റർ ചുറ്റളവിലുമുള്ളവരെ പൂർണ്ണമായി ഒഴിച്ചു. 3 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഗ്യാസ് പരക്കുമെന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. ചിത്താരി പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് നടത്തിയും നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാവിലെ തുടങ്ങിയ ഗതാഗത നിയന്ത്രണം വൈകിട്ട് 6:30 വരെ നീണ്ടു. പാചകവാതക ചോർച്ചയെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് അഗ്നിരക്ഷാസേനയുടെ 65-അംഗ സംഘമാണ് സ്ഥലത്തെത്തിയത്. അഗ്നിരക്ഷാസേനയുടെ 35 ജീവനക്കാരും കീഴിലുള്ള സിവിൽ ഡിഫൻസിന്റെ 30 അംഗങ്ങളും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തൃക്കരിപ്പൂർ അഗ്നി നിലയങ്ങളിൽ നിന്നുള്ളവരാണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ നിരവധി കുടുംബങ്ങൾ വഴിയില്ലാത്തതിനെ തുടർന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയെന്ന് പരാതി. ദേശീയപാത വികസന പ്രവൃത്തിയുടെ അശാസ്ത്രീയതയെ തുടർന്നാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടായതെന്നാണ് പരാതി. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മഞ്ചേശ്വരത്തെ നിരവധി കുടുംബങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങുവാൻ വഴിയില്ലാത്തതായി പരാതി. കരാർ കമ്പനി വാഗ്ദാനങ്ങൾ പാലിക്കാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി. വീട്ടിലേക്ക് ഒരു കാറിന് പോകുവാൻ മതിയായ വഴി വിട്ടുതരാമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം ഒന്നും പറയാതെ തടയിട്ടതായി ഉദ്യാവര 10-ാം മൈലിൽ താമസിക്കുന്ന വീട്ടമ്മ ആരോപിച്ചു. ഇവർ റോഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് വഴി നൽകണമെന്ന് അധികൃതർ രേഖാമൂലം എഴുതി നൽകിയിരുന്നു. എന്നാൽ കരാർ ചുമതലയുള്ള എഞ്ചിനീയർ ഈ ഉത്തരവ് ലംഘിച്ച് യാതൊരു സൂചനയും നൽകാതെ രാത്രി സമയത്ത് മതിൽ പണിയുവാൻ തുടങ്ങിയെന്നാണ് ആക്ഷേപം.
വിവരമറിഞ്ഞ് സ്ഥലത്തിന്റെ ചുമതലയുള്ള എഞ്ചിനീയറെ മാധ്യമപ്രവർത്തകൻ ബന്ധപ്പെട്ടപ്പോൾ ശരിയായ മറുപടി നൽകിയില്ലെന്നുള്ള ആക്ഷേപവുമുണ്ട്. ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ പ്രാദേശിക സാമൂഹിക സംഘടനകളുടെ പിന്തുണയോടെ ദേശീയപാത അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. ഇതേ പരിസരത്ത് ചിലയിടങ്ങളിൽ വീടുകളുടെ വരുമാനമാർഗമായ വാടക മുറികളുടെ എതിർവശം ചെളിമൂടി അങ്ങോട്ട് പോകുവാൻ വഴിയില്ലാത്ത അവസ്ഥയുമുണ്ട്. പ്രവൃത്തി അവസാനഘട്ടത്തിലെത്തിയിട്ടും ചില വീട്ടുകാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കരാറുകാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനപ്രതിനിധികളോ സമരസമിതിയോ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് വേദനാജനകമെന്നും നാട്ടുകാർ പറയുന്നു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി വിജയൻ സി ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് ജീവനക്കാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, ഡയറ്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഉടൻ ശമ്പളം അനുവദിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ഗുണ്ടകൾക്ക് കാവൽ നിന്നും നാടിനെ മൊത്തം നശിപ്പിച്ചു. ഡയറ്റ് ജീവനക്കാർക്ക് ശമ്പളം അനുവദിക്കുക. ഡയറ്റ് ജീവനക്കാർക്ക് ശമ്പളം അനുവദിക്കുക. കേരള NGO സംഘ് സംസ്ഥാന സെക്രട്ടറി വിജയൻ സി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരെ ഏതെല്ലാം രീതിയിൽ വഞ്ചിക്കാൻ പറ്റുന്നുണ്ട്, ആ രീതിയിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിന്തുടർന്നു വരുന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം കേരളത്തിലെ KSRTC ജീവനക്കാർക്ക് അവർക്ക് നൽകുന്ന ശമ്പളം, അവർ പണിയെടുത്ത് അവർ ജോലി ചെയ്തതായ ശമ്പളം അവർക്ക് ലഭിക്കണമെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഗഡുക്കളായിട്ടാണ് ശമ്പളം നൽകുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസ് മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടിയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ഡയറ്റ് ജീവനക്കാർക്ക് അടിയന്തിരമായിട്ടും ശമ്പളം നൽകുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള NGO സംഘം ആവശ്യപ്പെടുകയാണ്. ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കെ അധ്യക്ഷത വഹിച്ചു. പി പീതാംബരൻ, ശ്യാംപ്രസാദ് വി, സന്തോഷൻ VK, രവീന്ദ്രൻ കൊട്ടോടി, തുളസീധരൻ, വരദൻ മാടമന, സതീഷ് ശാലിയാൻ, വിശാലാക്ഷൻ, വിശ്വനാഥ നായിക്, സെനിത് കുമാർ, ഹരിപ്രസാദ്, സച്ചിൻ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാരമ്പര്യത്തെ മറികടന്ന് ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടി അധ്യാപികയായി ഭാഷാ പാണ്ഡിത്യം നേടിയ തൃക്കരിപ്പൂർ ചന്തേര കബോധനിലത്ത് KE ശ്രീലതയെ പരിചയപ്പെടാം. ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ അധ്യാപികയായ ഇവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ബിരുദവുമുണ്ട്. പ്രമുഖമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ താന്ത്രിക സ്ഥാനമുള്ള ചന്തേര കബോധനിലത്ത് നിന്നാണ് ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഈ അധ്യാപിക. ഏത് ഭാഷയും ആർക്കും പഠിക്കാമെന്നും മതവും വിശ്വാസവും ഒന്നിനും തടസ്സമല്ലെന്നുമാണ് സ്വജീവിതം കൊണ്ട് ശ്രീലത സമർത്ഥിച്ചത്. ഇവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ബിരുദവുമുണ്ട്. 1993-94 പഠനകാലത്ത് ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുന്ന സമയമായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു വിവാഹാലോചന കാസർഗോഡ് ജില്ലയിൽ നിന്നും. അങ്ങനെ 95-ൽ വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തി. അതിനുശേഷം 95, 96, 97, അങ്ങനെ 98, 99-ലാണ് ഞാൻ ഈ ഭാഷയെക്കുറിച്ച് അറിയുന്നതും ഒരു കൗതുകം തോന്നി അത് പഠിക്കാനെടുക്കുന്നതും. പിന്നീട് അതിനുശേഷം എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നതും വീണ്ടും അതിനോടനുബന്ധിച്ച് ബിരുദാനന്തര ബിരുദം നേടണമെന്നും അങ്ങനെ PG ചെയ്യുകയൊക്കെ ചെയ്ത് ഇന്ന് 2007-ൽ ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുകയും ചെയ്തു. പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങളും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഇല്ലത്തിൽ ഉറുദു ഭാഷാ പഠനം പ്രശ്നമാകുമോ എന്ന് തീർച്ചയായും സംശയിച്ചു. നമ്പൂതിരി പെൺകുട്ടി അറബിയും ഉറുദുവുമൊക്കെ പഠിച്ചാൽ ഹൈന്ദവ വിശ്വാസം തകരുമെന്ന് ആരും പറഞ്ഞില്ലെന്നതാണ് ശ്രീലതയുടെ വിജയത്തിന് പ്രേരകമായത്. കോഴിക്കോട് ജില്ലയിലെ വടകര കരുവഞ്ചേരി ആയടത്തില്ലത്തിൽ നിന്ന് തിറയും ഉത്സവങ്ങളും തേങ്ങയേറും പാട്ടും കണ്ടു വളർന്നതാണ് ശ്രീലതയുടെ ബാല്യകാലം. തോറ്റം പാട്ടും തെയ്യവും മുറയുന്ന അത്യുത്തര കേരളത്തിലേക്ക് വിവാഹത്തോടെയാണ് എത്തുന്നത്. പഴമകളും നമ്പൂതിരി ആചാരങ്ങളും നിലനിൽക്കുന്ന താന്ത്രിക തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ സന്തോഷത്തേക്കാൾ ഭയമായിരുന്നു. പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ചിന്ത അവരെ അലട്ടി. പഴയ തറവാടാണെങ്കിലും സർക്കാർ ജോലിയുള്ള ഒരാളാവണം ഭർത്താവെന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഭർത്തൃപിതാവായ കബോധനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയിൽ നിന്നുമുണ്ടായ പിന്തുണ ഒരിക്കലും മറക്കാനാവുന്നതല്ല.
പഠനം തുടരണം, ജോലി സമ്പാദിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശം മനസ്സ് കുളിർപ്പിച്ചു. പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ശ്രീലതയ്ക്ക് 3 ഭാഷകളിൽ ബിരുദവും ഉറുദുവിൽ ബിരുദാനന്തര ബിരുദവും നേടുവാൻ ഭർത്താവ് പത്മനാഭൻ നമ്പൂതിരിയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചു. എൻ്റെ അച്ഛനിഷ്ടം ഒരു പൂജ കഴിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പൂജാരിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള ഒരാൾക്ക് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ ചന്ദേര ശ്രീ കപോധൻ ഇല്ലത്തേക്ക് എത്തിപ്പെടുന്നത്. ആദ്യമൊക്കെ കുറച്ച് പൊരുത്തപ്പെടാൻ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ അത് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. എല്ലാ സപ്പോർട്ടും ഭർത്താവിൻ്റെ അച്ഛനാണെങ്കിൽ പത്മനാഭ മാഷാണ്, കോട്ടപ്പുറ ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്തത്. ഇപ്പം റിട്ടയർ ചെയ്തു. അദ്ദേഹം എല്ലാത്തിനും സപ്പോർട്ട് നിന്നിരുന്നു. കൂടെ മക്കൾ ആര്യ, അബി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഈ ഭാഷ പഠിക്കാനും ഇറങ്ങാനും ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കുടുംബത്തിലെ മറ്റുള്ളവരുടെ സഹകരണവും ഉണ്ടായി. 2007 ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിൽ അധ്യാപികയാവുന്നത്. മക്കൾ ആര്യ ആയുർവേദ ഡോക്ടറാണ്, മകൻ അഭിരാം CA പഠിക്കുന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞിയുടെ ഒരു പ്രവാസിയുടെ മണൽ രേഖകൾ പ്രകാശനം ചെയ്തു. കാസർഗോഡ് പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത കവി CM വിനയചന്ദ്രൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. കഥ പോലെ വായിച്ചു പോകാവുന്ന പുസ്തകമാണിതെന്ന് CM വിനയചന്ദ്രൻ പറഞ്ഞു. സംസ്കൃതി കാസർഗോഡ്, പുകാസ ഏരിയ കമ്മിറ്റി എന്നിവ സംയുക്തമായി കാസർഗോഡ് പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞിയുടെ ഒരു പ്രവാസിയുടെ മണൽ രേഖകൾ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. പ്രശസ്ത കവി CM വിനയചന്ദ്രൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഗൾഫ് സ്വപ്നം കണ്ട ഒരു കൗമാരത്തിൽ നിന്ന് സ്വപ്ന സാക്ഷാത്കാരം പോലെ കുവൈറ്റിലെത്തി ഇറാഖ് അധിനിവേശം കാരണം വെറും കൈയോടെ മടങ്ങേണ്ടി വന്ന ഈ പ്രവാസിയുടെ ജീവിതം കഥ പോലെ വായിച്ചു പോകാവുന്നതാണെന്ന് CM വിനയചന്ദ്രൻ പറഞ്ഞു. ഇടത്താവളമായിരുന്ന മുംബൈ എന്ന മഹാനഗരം കൂടി സമഗ്രമായി പഠിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വിനയചന്ദ്രൻ പറഞ്ഞു. ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഗുണം എന്താണ്? അത് വായിക്കാൻ തുടങ്ങുന്നയാളെ ആ പുസ്തകം വായിച്ചു തീർക്കണമെന്ന ഒരു ചിന്തയിലേക്ക് നയിക്കുക. റീഡബിലിറ്റി എന്നതാണ്, വായനാക്ഷമത. ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു 10 പേജ് വായിച്ചിട്ട് അത് നടക്കുകയൊക്കെ ശരിയാവില്ല എന്ന് ഒരു വായനക്കാരനെ തോന്നിപ്പിക്കാതിരിക്കുക എന്നതാണ് ഒരു പുസ്തകം പ്രാഥമികമായും ഒരു വായനക്കാരനോട് ചെയ്യേണ്ട കാര്യം. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് ആദ്യം പറയാം ആ ഒരു ഗുണം 100% ഉണ്ട്. വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ അനായാസമായി ഈ പുസ്തകം നമ്മളെ കൈപിടിച്ച് പുസ്തകത്തിന്റെ അവസാന പേജുകൾ വരെ നടത്തിക്കുമെന്നത് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട മേന്മയായിട്ട് ഞാൻ കാണുന്നു. അത്രമാത്രം അയത്തരിതമായിട്ട് ഈ അനുഭവാവിഷ്കാരം നടത്താൻ ഈ ഗ്രന്ഥകർത്താവിന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയാനം മുഹമ്മദ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സിദ്ദീഖ് നദ്വി ചേരൂർ പുസ്തകം പരിചയപ്പെടുത്തി. ബാലകൃഷ്ണൻ ചെർക്കള അധ്യക്ഷത വഹിച്ചു. AS മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. അമീർ പള്ളിയാൻ, P ദാമോദരൻ, നാരായണൻ പെരിയ, CL ഹമീദ്, VR സദാനന്ദൻ, അഷ്റഫ് അലി ചേരങ്കൈ, രാഘവൻ വെള്ളിപ്പാടി, പുഷ്പാകരൻ ബെണ്ണിച്ചാൽ, BK സുകുമാരൻ, AB കുട്ടിയാനം, മുംതാസ് ടീച്ചർ, രവി ബന്തെടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥകാരൻ കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടാൽ ദ ജവനീർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ക്യാഷ് അവാർഡും പ്രശംസാപത്രവും നൽകി അനുമോദിച്ചു. ചേവാർ ശ്രീ ശാരദ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് നൽകി. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ കുടാൽ ദ ജവണേർ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നൽകി. ചേവാർ ശ്രീ ശാരദ AUP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി റിട്ടയർഡ് BDOയും പൈവളികെ പഞ്ചായത്ത് അംഗവുമായ അബ്ദുല്ല പൈവളികെ ഉദ്ഘാടനം ചെയ്തു. പ്രശംസാപത്രവും ക്യാഷ് അവാർഡും നൽകിയാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്.
ധർമ്മത്തടുക്ക ശ്രീ ദുർഗാപരമേശ്വരി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ EH ഗോവിന്ദഭട്ട്, കുടാൽദ ജവണേർ വാട്സാപ്പ് ഗ്രൂപ്പ് അധ്യക്ഷൻ ഗണേഷ് റൈ മുംബൈ, പ്രധാന അഡ്മിൻ ലക്ഷ്മി ഷാ ആൾവ ഖത്തർ, കർണാടക അതിർത്തി വികസന ബോർഡ് മെമ്പറായി ചുമതലയേറ്റെടുത്ത AR സുബ്ബയ്യ കട്ടെ, കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ദില്ലു ടാസ്ക് TA ഖാദർ, കേരള സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ ഹിന്ദി റെസിറ്റേഷനിൽ A ഗ്രേഡ് നേടിയ ധർമ്മത്തടുക്ക ശ്രീ ദുർഗാപരമേശ്വരി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഡാനിക പഹൽ എന്നിവർ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങി. ധർമ്മത്തടുക്ക ശ്രീ ദുർഗാപരമേശ്വരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സതീഷ് കുമാർ ഷെട്ടി, ചേവാർ ശ്രീ ശാരദ AUP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്യാംഭട്ട്, കുടാൽ വാർഡ് മെമ്പർ അശോക് ഭണ്ഡാരി, വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പ്രധാന അഡ്മിന്മാരായ ബഷീർ BA, ഉദയ് ഷെട്ടി UAE, നാഗരാജ് ഭണ്ഡാരി UAE, മുതിർന്ന മാധ്യമപ്രവർത്തകൻ അച്യുത ചേവാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. രാധാകൃഷ്ണ റൈ, ചിദാനന്ദ ഷെട്ടി, സദാശിവ ഭണ്ഡാരി, ഷമിത ഉദയ് ഷെട്ടി, ജയറാം ഷെട്ടി എന്നിവർ സംസാരിച്ചു. വാട്സാപ്പ് ഗ്രൂപ്പ് കോർഡിനേറ്റർ ശിവപ്രസാദ് ഷെട്ടി കൂടാൽ സ്വാഗതവും ലത്തീഫ് BA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും 54 വർഷമായി സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുവരുന്ന ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുന്ന നീക്കത്തിനെതിരെ അസോസിയേഷൻ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ മെയ് 28-ന് ജില്ലാതലത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരം വൻ വിജയമാക്കുവാനും കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി, കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് ഭരിച്ച കാലഘട്ടങ്ങളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ 21% ക്ഷാമബത്ത കുടിശ്ശികയായി നിൽക്കുന്ന സന്ദർഭത്തിൽ ക്ഷാമബത്ത ഒരു തർക്ക വിഷയമല്ല എന്ന് പറഞ്ഞ് ഈ ഭരണകൂടത്തിന് ക്ഷാമബത്ത നിഷേധിക്കുന്നതിന് പിന്തുണ നൽകുന്ന NGO യൂണിയന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ നമ്മൾ ക്ഷാമബത്ത കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ജീവൽ പ്രശ്നമാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് PP ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജേഷ് ജെറാൾഡ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, M രാഘവൻ, KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, K അശോക് കുമാർ, KM ജയപ്രകാശ്, M ശ്രീനിവാസൻ, OT സൽമത്ത്, CK അരുൺകുമാർ, K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച 5 ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പ്രതിനിധി സമ്മേളനം NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. P വിനോദ് അധ്യക്ഷത വഹിച്ചു. VM രാജേഷ്, ബ്രിജേഷ് പൈനി, M വിജയകുമാരൻ നായർ, MK കുഞ്ഞികൃഷ്ണൻ, K അജിത, KV രാധ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി PP ബാബുരാജിനെയും വൈസ് പ്രസിഡന്റുമാരായി O അനിൽകുമാർ, KV രാധ എന്നിവരെയും സെക്രട്ടറിയായി ബിജേഷ് ജെറാൾഡിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി P വിനോദ്, ഷേർലി ഉർമിസ്, ട്രഷററായി K സുകുമാരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. വനിതാ ഫോറം ഭാരവാഹികളായി കൺവീനറായി പ്രിയ രജീഷിനെയും ജോയിന്റ് കൺവീനറായി AV ശരണ്യെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 4:30-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചർച്ചാ സംഗമം നടത്തും. മനുഷ്യാവകാശ പ്രവർത്തകരുൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചർച്ചാ സംഗമത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ CK അബ്ദുൽ അസീസ്, ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാ അംഗം R യൂസഫ്, വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, SIO കേരള സ്റ്റേറ്റ് കമ്മിറ്റി അംഗം വാഹിദ് ചുള്ളിപ്പാറ, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT ഷുഹൈബ്, ജനറൽ സെക്രട്ടറി തൗഫീഖ് മമ്പാട് തുടങ്ങിയവർ സംബന്ധിക്കും. ഇവിടെ ഉത്തരേന്ത്യൻ മോഡൽ ഗുജറാത്തിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു കലാപത്തിനുള്ള വഴിമരുന്നിടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളൊക്കെയും നടന്നിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ ഒരു സാമാന്യ ബോധം വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ഭീകരമായി നിൽക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത് സംഘപരിവാർ നടത്തിയിട്ടുള്ള ഇത്തരം കൊലപാതകങ്ങളിലൊക്കെയും പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ FIR ഉണ്ടാവില്ല, കൃത്യമായ തെളിവുകൾ ഉണ്ടാവില്ല, പ്രതികളെ മാറ്റി കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട്
പ്രശ്നങ്ങളും എല്ലാ കൊലപാതകങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് റിയാസ് മൗലവി വധത്തിലെ വിധിയെന്ന് നമുക്ക് കാണാൻ കഴിയും. സോളിഡാരിറ്റി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ ആലങ്കോട്, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അദ്നാൻ മഞ്ചേശ്വരം, ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് KI ലത്തീഫ്, സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി റാഷിദ് മുഹിയുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായി ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. വിനോദ് കുമാർ കലത്ത് പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർ വന്ദന ബൽരാജ്, PTA പ്രസിഡന്റ് രഞ്ജി രാജ്, PP ബാബുരാജ്, N സദാശിവൻ, KP മോഹനൻ, മദർ PTA പ്രസിഡന്റ് M ഹസീന, വികസന സമിതി ചെയർമാൻ സന്തോഷ് കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ AV സുരേഷ് ബാബു സ്വാഗതവും പ്രധാനാധ്യാപകൻ SP കേശവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് എൻഡോസൾഫാൻ സമരപന്തലിൽ വനിതാ സംഗമം നടത്തി. കാരുണ്യ പ്രവർത്തകയും ചിത്രകാരിയുമായ സുലോചന മാഹി ഉദ്ഘാടനം ചെയ്തു. പട്ടികയിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കുക, ചികിത്സയും മരുന്നും നൽകുക, സെൽ യോഗം ചേരുക, വിവാദ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരപ്പന്തലിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരിയും കാരുണ്യ പ്രവർത്തകയുമായ സുലോചന മാഹി ഉദ്ഘാടനം ചെയ്തു. അജിത അധ്യക്ഷത വഹിച്ചു. ഷൈനി സ്വാഗതം പറഞ്ഞു. ശോഭന നീലേശ്വരം, സതി ദേവി, പ്രസീത ടീച്ചർ, പ്രമീള ചന്ദ്രൻ, നൂർ ആയിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജിൽ ഒരുക്കിയ കാർഷിക സംസ്കൃതി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നടത്തി. പത്മശ്രീ ജേതാക്കൾക്കുള്ള ആദരിക്കൽ ചടങ്ങും നടത്തി. പടന്നക്കാട് കാർഷിക കോളേജിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പുരസ്കാര ജേതാക്കളായ സത്യനാരായണ ബെളേരി, EP നാരായണൻ എന്നിവരെ സബ് കളക്ടർ ചടങ്ങിൽ ആദരിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. ഫാം ഓഫീസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡീൻ ഡോക്ടർ T സജിത റാണി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൗൺസിൽ അംഗം S സമ്പത്ത്, നാളികേര മിഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ R സുജാത, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ PK മിനി എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ ഡോക്ടർ KM ശ്രീകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PV വൈജയന്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. പുഴയിൽ നങ്കൂരമിട്ട മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമുട്ടിലിടിച്ച് പൂർണ്ണമായി തകർന്നു. നീലേശ്വരം തൈക്കടപ്പുറത്താണ് സംഭവം. കാസർഗോഡ് വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. ആരോഗ്യകരമായ ഗാർഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് അഡ്വക്കേറ്റ് P സതീദേവി. പാചകവാതക ടാങ്കറിലെ ചോർച്ച. ചിത്താരി പ്രദേശത്തിന് വ്യാഴാഴ്ച ഭീതിയുടെ പകൽ. ഗതാഗത നിയന്ത്രണം നടത്തിയും 300 മീറ്റർ ചുറ്റളവിലുള്ളവരെ ഒഴിപ്പിച്ചുമായിരുന്നു രക്ഷാപ്രവർത്തനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി വിജയൻ C ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ബിരുദം, ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദം. ചന്തേര കബോധനില്ലത്ത് KE ശ്രീലത അറിവിന്റെ നിറകുടം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.